മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾക്ക് പിന്നാലെ അമേരിക്ക പുതിയൊരു യുദ്ധമുഖം തുറക്കുകയാണ്. ഫ്ലോറിഡ തീരത്ത് നിന്ന് വെറും 90 മൈൽ അകലെ കരീബിയൻ കടൽ തിളച്ചുമറിയുന്നു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് തിരശീല വീഴുകയാണോ, അതോ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ മൺട്രോ സിദ്ധാന്തത്തിന്റെ മറ്റൊരു അധ്യായം തുടങ്ങുകയാണോ? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിനെ തുടർന്ന് ക്യൂബയ്ക്ക് മേൽ സൈനിക ആക്രമണം നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പെന്റഗൺ പൂർത്തിയാക്കി കഴിഞ്ഞു. സാമ്പത്തിക ഉപരോധങ്ങളും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും പരാജയപ്പെട്ടതോടെയാണ് അവസാന മാർഗമെന്ന നിലയിൽ സൈനിക നടപടിയിലേക്ക് അമേരിക്ക തിരിയുന്നത്. മിഡിൽ ഈസ്റ്റിന് പുറത്ത് ലോകത്തെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക വിന്യാസമാണ് ഇപ്പോൾ ക്യൂബയ്ക്ക് ചുറ്റും നടക്കുന്നത്. ഗൈഡഡ് മിസൈലുകളും ഫൈറ്റർ ജെറ്റുകളുമായി അമേരിക്കൻ നാവികസേനയുടെ കരുത്തായിട്ടുള്ള USS നിമിറ്റ്സ് വിമാനവാഹിനി കപ്പൽ മെയ് മാസം മുതൽ കരീബിയൻ കടലിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞു. ഡ്രോണുകളും ചാരവിമാനങ്ങളും ക്യൂബൻ അതിർത്തിയിൽ വട്ടമിട്ട് പറക്കുകയാണ്. കൂടാതെ 2500 നാവികരുമായി USS കിയർസാർജ് വിർജീനിയൻ തീരത്ത് കാത്തു നിൽക്കുന്നു. വെനസ്വേലൻ മുൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടിയതിന് സമാനമായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. അമേരിക്കൻ അന്വേഷണ ഏജൻസികൾ അടുത്തിടെ കേസെടുത്ത മുൻ പ്രസിഡന്റ് റൗൾ കാസ്ട്രോ ഉൾപ്പെടെയുള്ള ക്യൂബൻ ഉന്നത നേതൃത്വമാണ് അവരുടെ ആദ്യ ലക്ഷ്യം. ഒരു കാര്യം ഇവിടെ വളരെ വ്യക്തമാണ്. കാസ്ട്രോ കുടുംബത്തിന്റെ നേതൃത്വത്തിലുള്ള ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം തികഞ്ഞ പരാജയം തന്നെയാണ്. പതിറ്റാണ്ടുകളായി സ്വന്തം ജനതയെ അടിച്ചമർത്തുകയും രാജ്യത്തെ കടുത്ത ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും തള്ളിവിടുകയും ചെയ്ത ഒരു ഏകാധിപത്യ സംവിധാനമാണത്. വെനസ്വേലയിലെ മഡൂറോ ഭരണകൂടത്തെ പോലെ തന്നെ ക്യൂബൻ ഭരണകൂടത്തിനും യാതൊരുവിധ ജനകീയ പിന്തുണയുമില്ല. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ക്യാബിനറ്റ് യോഗത്തിൽ പറഞ്ഞത് ഇവിടെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ക്യൂബ ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലാണ്. നമ്മുടെ തീരത്ത് നിന്നും വെറും 90 മൈൽ അകലെ പരാജയപ്പെട്ട ഒരു രാജ്യം നിലനിൽക്കുന്നത് അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായും ദശാബ്ദങ്ങളായിട്ടുള്ള ഇത് ഏകാധിപത്യത്തിൽ നിന്ന് ക്യൂബൻ ജനത മോചനം അർഹിക്കുന്നുണ്ട്, അവരത് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ജനാധിപത്യം എന്ന മുഖംമൂടിക്ക് പിന്നിൽ അമേരിക്കയുടെ സാമ്രാജ്യത്യ മോഹങ്ങളുടെ യാഥാർത്ഥ്യമുണ്ട്. സ്വന്തം അധികാരപരിധിയിൽ സൈനിക ശക്തി ഉപയോഗിച്ച് ആധിപത്യം ഉറപ്പിക്കാനുള്ള അമേരിക്കയുടെ പതിവ് തന്ത്രം മാത്രമാണത്. ലോകത്തിന് മുഴുവൻ പരമാധികാരത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന, ജനാധിപത്യത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന അമേരിക്ക തങ്ങളുടെ താല്പര്യങ്ങൾക്കായി ഒരു ചെറിയ രാജ്യത്തിന് മേൽ സൈനികാക്രമണം നടത്തുന്നത് അവരുടെ ഇരട്ടത്താപ്പാണ് തുറന്നു കാട്ടുന്നത്. മാത്രമല്ല, അമേരിക്കയുടെ സൈനിക ലോജിസ്റ്റിക്സ് വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ 6-7 മാസത്തെ ഡ്യൂട്ടിക്ക് ശേഷം മടങ്ങേണ്ട അമേരിക്കൻ നാവികർ 10 മാസമായി കടലിൽ തുടരുകയാണ്. അറേബ്യൻ കടലിൽ ഇറാനിയൻ കപ്പലുകൾക്ക് ഉപരോധം തീർക്കുന്ന അടക്കമുള്ള നിരന്തര ദൗത്യങ്ങൾ അമേരിക്കൻ നാവികസേനയ്ക്ക് മേൽ വലിയ മാനസിക ശാരീരിക സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. 50 വർഷം പഴക്കമുള്ളതും എഞ്ചിൻ മാറ്റി വിരമിക്കാൻ തീരുമാനിച്ചതുമായിട്ടുള്ള നിമിറ്റ്സ് കപ്പലിന്റെ കാലാവധി 2027 വരെ നീട്ടിയത് തന്നെ അവരുടെ ഗതികേടിന്റെ സൂചനയാണ്. ഇതിനെല്ലാം പുറമെ ക്യൂബയ്ക്ക് മേലുള്ള ആക്രമണം ലോകത്ത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. റഷ്യയ്ക്കും ചൈനയ്ക്കും ക്യൂബയുമായി ശക്തമായിട്ടുള്ള നയതന്ത്ര സൈനിക ബന്ധങ്ങളുണ്ട്. ഇതൊരു പക്ഷേ കരീബിയൻ കടലിനെ റഷ്യയും ചൈനയും ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു വലിയ പ്രോക്സി യുദ്ധക്കളമാക്കിയൊക്കെ മാറ്റാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ക്യൂബയെ ആക്രമിക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ അന്തിമ ഉത്തരവിനായി വൈറ്റ് ഹൗസിലേക്ക് ലോകം ഉറ്റുനോക്കുമ്പോൾ യാഥാർത്ഥ്യം സങ്കീർണമാണ്. ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യത്തിന്റെ പതനം അനിവാര്യമായിരിക്കാം. എന്നാൽ അമേരിക്കയുടെ ഇത്തരം അവസാനമില്ലാത്ത സൈനിക ഇടപെടലുകൾ ഒരിക്കലും സുസ്ഥിരമോ ധാർമ്മികമായോ ന്യായീകരിക്കാവുന്നതല്ല. ന്യൂസ് ഡെസ്ക്.